ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ടുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 44-ാം ദിവസം. ബലിപീഠ നിർമ്മാണം. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 27-ാം അധ്യായം, 28-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 57 തുടങ്ങി 120 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. കർത്താവായ ദൈവം ഇസ്രായേൽ ജനത്തോട് തൻ്റെ ആലയത്തിൻ്റെ ബലിപീഠം എങ്ങനെ പണിയണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഒപ്പം പുരോഹിത വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങൾ ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതൻ്റെ മഹത്വത്തേക്കാൾ ദൈവത്തിൻ്റെ വലിപ്പത്തെയും മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന വിചിന്തനം തിരുവചനം നമുക്ക് നൽകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 27-ാം അധ്യായം ബലിപീഠം സംബന്ധിച്ച്. കരുവേലത്തടി കൊണ്ട് നീ ഒരു ബലിപീഠം പണിയണം. 5 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠം. അതിൻ്റെ ഉയരം 3 മുഴം. നീ അതിൻ്റെ 4 മൂലകൾമേലും കൊമ്പുകളുണ്ടാക്കണം. അതിൽ നിന്നുള്ള തുടർച്ചയായിരിക്കണം അതിൻ്റെ കൊമ്പുകൾ. നീ അത് പിച്ചള പുതിയണം. അതിൻ്റെ നെയ്ച്ചാരപാത്രങ്ങൾ, കോരികൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ നീ ഉണ്ടാക്കണം. എല്ലാ ഉപകരണങ്ങൾക്കും നീ പിച്ചള ഉപയോഗിക്കണം. നീ അതിനുവേണ്ടി ഒരു ചട്ടടുപ്പ് ഉണ്ടാക്കണം. പിച്ചള വലയുടെ ഒരു നിർമ്മിതി. വലയിന്മേൽ അതിൻ്റെ 4 അഗ്രങ്ങളിലും 4 പിച്ചള വളയങ്ങൾ ഉണ്ടാക്കണം. ബലിപീഠത്തിൻ്റെ വക്കിനു കീഴിൽ താഴേക്കായി അതിനെ ഉറപ്പിക്കണം. അങ്ങനെ ബലിപീഠത്തിൻ്റെ പകുതി വരെ വല ഉണ്ടായിരിക്കണം. നീ ബലിപീഠത്തിന് തണ്ടുകൾ ഉണ്ടാക്കണം. കരുവേലത്തടിയുടെ തണ്ടുകൾ. നീ അവ പിച്ചള പൊതിയണം. അതിൻ്റെ തണ്ടുകൾ വളയങ്ങളിൽ കടത്തണം. അങ്ങനെ ബലിപീഠം വഹിക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ ഇരുവശങ്ങളിലുമായിരിക്കണം. പലകകൾ കൊണ്ട് അകം പൊള്ളയായി നീ അത് ഉണ്ടാക്കണം. മലയിൽ വെച്ച് നിന്നെ കാണിച്ചതുപോലെ തന്നെയാണ് അവ ഉണ്ടാക്കേണ്ടത്. ആലയത്തിൻ്റെ അങ്കണം നീ ഉണ്ടാക്കണം. തെക്കുവശത്തുള്ള അങ്കണത്തിന് പിരിച്ച ചണത്തിൻ്റെ മറകൾ ഉണ്ടായിരിക്കണം. ആ ഒരു വശത്തിന് നീളം 100 മുഴം. അതിൻ്റെ തൂണുകൾ 20. പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. അങ്ങനെ തന്നെ വടക്കുവശത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറകൾ വേണം. ഇതിൻ്റെ തൂണുകൾ 20, അവയുടെ പാദകുടങ്ങൾ 20 പിച്ചള കൊണ്ട്. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി കൊണ്ട്. പടിഞ്ഞാറ് വശത്ത് അങ്കണത്തിൻ്റെ വീതിപ്പാടിന് മറകൾ 50 മുഴം. അവയ്ക്ക് തൂണുകൾ 10, പാദകുടങ്ങൾ 10. ഉദയ ദിശയിലേക്ക് കിഴക്കുവശത്തുള്ള അങ്കണത്തിന് വീതി 50 മുഴം. അങ്കണത്തിൻ്റെ ഒരു ഭാഗത്തിന് മറകൾ 15 മുഴം. രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ 15 മുഴം. അവയ്ക്ക് തൂണുകൾ 3. അവയ്ക്ക് പാദകുടങ്ങൾ 3. അങ്കണ കവാടത്തിന് 20 മുഴമുള്ള ഒരു വിരി. അതിൽ നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണം കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണി. അവയ്ക്ക് തൂണുകൾ 4, പാദകുടങ്ങൾ 4. അങ്കണത്തിൻ്റെ ചുറ്റുമുള്ള തൂണുകളെല്ലാം വെള്ളി കെട്ടിയവ. അവയുടെ കൊളുത്തുകൾ വെള്ളി. പാദകുടങ്ങൾ പിച്ചള. അങ്കണത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 വീതവും ഉയരം 5 മുഴവും ആയിരിക്കണം. ചണം പിരിച്ചെടുത്തതായിരിക്കണം. അവയുടെ പാദകുടങ്ങൾ പിച്ചളയും. ആലയത്തിലെ സകല ജോലികൾക്കുമുള്ള എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ കുറ്റികളും അങ്കണത്തിൻ്റെ എല്ലാ കുറ്റികളും പിച്ചളയായിരിക്കണം. ദീപനാളം എപ്പോഴും ഉയർത്തുന്നതിനുള്ള ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ
നിന്റെ പക്കൽ കൊണ്ടുവരാൻ ഇസ്രായേല്യരോട് നീ കൽപ്പിക്കണം. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യഫലകത്തിന് നേരെയുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുമ്പിൽ അഹ്റോനും അവൻ്റെ പുത്രന്മാരും അത് സജ്ജീകരിക്കണം. ഇസ്രായേല്യരിൽ നിന്ന് അവരുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. പുറപ്പാടിൻ്റെ പുസ്തകം 28-ാം അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ സംബന്ധിച്ച്. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും, അതായത് അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലയാസർ, യത്താമർ എന്നിവരെ ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരിക. നിന്റെ സഹോദരൻ അഹ്റോന് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി നീ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം. അഹ്റോൻ വിശുദ്ധിയുള്ളവനായി എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ജ്ഞാനാരൂപി നിറച്ചിട്ടുള്ള എല്ലാ ജ്ഞാനമതികളോടും നീ നിർദ്ദേശിക്കണം. അവർ ഉണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ ഉരസ്ത്രാണം, പ്രധാനയങ്കി, കുറിയ അങ്കി, നീലയങ്കി, ശിരോവസ്ത്രം, അരക്കെട്ട് എന്നിവയാണ്. എനിക്ക് പുരോഹിതവൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരൻ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കട്ടെ. അവർ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, ചണനൂൽ എന്നിവ എടുക്കട്ടെ. അവർ പ്രധാനയങ്കി ഉണ്ടാക്കട്ടെ. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടുള്ള ഒരു വിദഗ്ധ നിർമ്മിതി. കൂട്ടിയോജിപ്പിക്കേണ്ടതിന് അതിൻ്റെ രണ്ടറ്റങ്ങളിൽ അതിന് 2 തോൾവാർ കുടുക്കുകൾ ഉണ്ടായിരിക്കണം. അവൻ്റെ പ്രധാനയങ്കിയുടെ നിർമ്മിതി പോലെ തന്നെ അതിന്മേലുള്ള അരക്കെട്ട് സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരിക്കണം. നീ 2 ഗോമതകരത്നങ്ങളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ ജനനക്രമം അനുസരിച്ച് പേരുകളിൽ 6 ഒന്നാമത്തെ രത്നത്തിലും ശേഷിക്കുന്ന 6 പേരുകൾ 2ാമത്തെ രത്നത്തിലും. രത്നശില്പിയുടെ മുദ്രണക്രിയ ആ 2 രത്നങ്ങളെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് ലിഖിതാലങ്കാരം ചെയ്യട്ടെ. സ്വർണ്ണചിത്രക്കൂട് ഘടിപ്പിച്ചാണ് നീ അവ തയ്യാറാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി ആ 2 രത്നങ്ങൾ പ്രധാനയങ്കിയുടെ തോൾവാറുകളിൽ നീ പിടിപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരു സ്മാരകമായി അഹ്റോൻ തൻ്റെ 2 തോളുകളിലും വഹിക്കണം. സ്വർണ്ണചിത്രത്തകിടുകൾ നീ ഉണ്ടാക്കണം. ശുദ്ധ സ്വർണത്തിൻ്റെ പിണച്ച 2 മാലകൾ ചരടുപണിയായി ഉണ്ടാക്കണം. ആ ചരടുമാലകൾ സ്വർണ്ണചിത്രത്തകിടുകളിന്മേൽ വയ്ക്കണം. ന്യായവിധിയുടെ ഉരസ്ത്രാണം നീ ഉണ്ടാക്കണം. പ്രധാനയങ്കിയുടേതുപോലെ വിദഗ്ധ നിർമ്മിതിയായി നീ അത് ഉണ്ടാക്കണം. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് നീ അത് ഉണ്ടാക്കേണ്ടത്. അത് 2 മടക്കുള്ള ഒരു സമചതുരമായിരിക്കണം. അതിൻ്റെ നീളം 1 ചാൺ, അതിൻ്റെ വീതി 1 ചാൺ. അതിൽ പൂരണരത്നത്തിൻ്റെ 4 നിരകളായി രത്നം സജ്ജീകരിക്കണം. മാണിക്യം, പുഷ്യാരാഗം, വൈഡൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ തകിടുകൾ സ്വർണമായിരിക്കണം. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നങ്ങളുണ്ടായിരിക്കണം. അവരുടെ പേരുകളനുസരിച്ച് 12 ഗോത്രത്തിനായി ഓരോന്നിനും അതിൻ്റെ പേരനുസരിച്ച് മുദ്രണങ്ങളുണ്ടായിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി ചരടുപണിയായി പിണച്ച മാലകൾ ഉണ്ടാക്കണം. അത് ശുദ്ധ സ്വർണമായിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കണം. ആ 2 വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള 2 വളയങ്ങളിന്മേൽ 2 സ്വർണ്ണമാലകൾ പിടിപ്പിക്കണം. 2 മാലകളുടെയും 2 അറ്റങ്ങൾ സ്വർണ്ണചിത്രത്തകിടുകളിൽ നീ ഘടിപ്പിക്കണം. അവ പ്രധാനയങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാനയങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ അവ ഘടിപ്പിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കിയുടെ തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് കുടുക്കിനോട് ചേർത്ത് പ്രധാനയങ്കിയുടെ അരക്കെട്ടിന് മുകളിലായി അവ പിടിപ്പിക്കണം. ഉരസ്ത്രാണം പ്രധാനയങ്കിയുടെ അരക്കെട്ടിനു മേൽ ആയിരിക്കുന്നതിനും പ്രധാനയങ്കിയിൽ നിന്ന് അത് സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണം അതിൻ്റെ വളയങ്ങളിൽ നിന്ന് പ്രധാനയങ്കിയുടെ വളയങ്ങളിലേക്ക്
ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിക്കട്ടെ. അഹ്റോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിരന്തര സ്മരണയാകേണ്ടതിന് ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ തൻ്റെ വക്ഷസ്സിൽ അവൻ വഹിക്കണം. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിലേക്ക് നീ ഊറിയും തുമ്മിയും തിരുകണം. കർത്താവിൻ്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അഹ്റോൻ്റെ വക്ഷസ്സിൽ അവ ഉണ്ടായിരിക്കണം. അഹ്റോൻ തൻ്റെ മാറിൽ ഇസ്രായേല്യരെ സംബന്ധിച്ച ന്യായവിധി കർത്താവിൻ്റെ മുമ്പിൽ നിരന്തരം വഹിക്കട്ടെ. പ്രധാന അങ്കിയുടെ കുറിയ അങ്കി കടും നീലയായി നീ ഉണ്ടാക്കണം. അതിൻ്റെ മധ്യത്തിലായി ശിരസിനുള്ള ദ്വാരമുണ്ടായിരിക്കണം. അത് കീറാതിരിക്കാൻ ദ്വാരത്തിന് ചുറ്റും നാടയുണ്ടായിരിക്കണം. അതിന് കുപ്പായ കഴുത്ത് പോലെ നെയ്ത്തുപണിയും ഉണ്ടായിരിക്കണം. അതിൻ്റെ വിളുമ്പുകളിൽ സ്വർണ്ണ, നീല, ധൂമ്ര, കടുംചുമപ്പ് നൂലുകൾ കൊണ്ട് മാതള നാരങ്ങകൾ ഉണ്ടാക്കണം. അതിനു ചുറ്റും വിളുമ്പുകളിൽ തന്നെയായിരിക്കണം. അവയ്ക്കിടയിൽ ചുറ്റും സ്വർണ്ണമണികൾ വേണം. നീലയങ്കിയുടെ വിളുമ്പുകളിൽ ചുറ്റും ഒരു സ്വർണ്ണമണി, ഒരു മാതള നാരങ്ങ എന്ന ക്രമത്തിൽ. ശുശ്രൂഷിക്കുന്നതിന് അത് അഹ്റോൻ്റെ മേലുണ്ടായിരിക്കണം. വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ്റെ സ്വരം കേൾക്കപ്പെടണം. അങ്ങനെ അവൻ മരിക്കാതിരിക്കട്ടെ. ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു പുഷ്പകിരീടമുണ്ടാക്കി കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ നീ അതിന്മേൽ കൊത്തിവെക്കണം. അത് ശിരോവസ്ത്രത്തിന്മേലായിരിക്കത്തക്ക വിധം നീ ഒരു നീല ചരടിന്മേൽ ബന്ധിക്കണം. ശിരോവസ്ത്രത്തിൻ്റെ മുൻവശത്തേക്കായിരിക്കണം അത് അഹ്റോൻ്റെ നെറ്റിയിലുണ്ടായിരിക്കണം. ഇസ്രായേല്യർ വേർതിരിച്ച വിശുദ്ധ വസ്തുക്കളുടെ, അതായത് അവരുടെ എല്ലാ വിശുദ്ധ വസ്തു സമർപ്പണങ്ങളുടെയും കുറവുകൾ അഹ്റോൻ ഏറ്റെടുക്കട്ടെ. അവ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകേണ്ടതിന് അത് അഹ്റോൻ്റെ നെറ്റിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. വരയുള്ള ഒരു നീലയങ്കി നീ ചണം കൊണ്ട് നെയ്തെടുക്കണം. ചണത്തിൻ്റെ ഒരു ശിരോവസ്ത്രം ഉണ്ടാക്കണം. ചിത്രത്തുന്നൽ പണിയുള്ള ഒരു അരക്കെട്ടും ഉണ്ടാക്കണം. അഹ്റോൻ്റെ പുത്രന്മാർക്ക് വേണ്ടി നീ നീലയങ്കികൾ ഉണ്ടാക്കണം. അവർക്ക് വേണ്ടി അരപ്പട്ടകൾ ഉണ്ടാക്കണം. അവർക്ക് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി തലപ്പാവുകളും നിർമ്മിക്കണം. നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും നീ ഇവ അണിയിക്കണം. നീ അവരെ അഭിഷേകം ചെയ്യണം, പ്രതിഷ്ഠിക്കണം, വിശുദ്ധീകരിക്കണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതന്മാരായിരിക്കട്ടെ. അവരുടെ നഗ്ന ശരീരം മറയ്ക്കാൻ ചണത്തിൻ്റെ കാൽസരായികൾ ഉണ്ടാക്കുക. അവ അര മുതൽ തുടവരെ എത്തുന്നതായിരിക്കണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവർ ആകാതിരിക്കാനും മരിക്കാതിരിക്കാനും അവരുടെ മേൽ അതുണ്ടായിരിക്കണം. ഇത് അവനും അവനുശേഷം അവൻ്റെ സന്തതിക്കും ഒരു ശാശ്വത ചട്ടമാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം. വിവിധ ശിക്ഷകൾ. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു. ഇസ്രായേല്യരോട് നീ പറയണം, ഇസ്രായേല്യരിൽ നിന്നോ ഇസ്രായേലിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും മോളയ്ക്കിന് അർപ്പിച്ചാൽ നിശ്ചയമായും അവൻ കൊല്ലപ്പെടണം. നാട്ടുകാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കാനും എൻ്റെ പരിശുദ്ധനാമം അവഹേളിക്കാനുമായി തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അവൻ മോളയ്ക്കിന് അർപ്പിച്ചതുകൊണ്ട് അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും സ്വജനത്തിനിടയിൽ നിന്ന് അവന് വിച്ഛേദിക്കുകയും ചെയ്യും. അവൻ മോളയ്ക്കിന് തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അർപ്പിച്ചപ്പോൾ അവനെ കൊല്ലാതിരിക്കാനായി നാട്ടുകാർ അവനിൽ നിന്ന് മനഃപൂർവ്വം തങ്ങളുടെ കണ്ണുകൾ അടച്ചാൽ ഞാൻ എൻ്റെ മുഖം അവനും അവൻ്റെ കുടുംബത്തിനുമെതിരെ തിരിക്കും. അവനെയും മോളയ്ക്കിന് പിന്നാലെയുള്ള വ്യഭിചാരത്തിന് അവനോടൊപ്പം വ്യതിചലിച്ച എല്ലാവരെയും അവരുടെ ജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. മൃതസമ്പർക്ക വിദ്യക്കാരിലേക്കും മന്ത്രവാദികളിലേക്കും അവർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കാനായി ഒരു വ്യക്തി തിരിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങളെ തന്നെ പവിത്രീകരിച്ച് പരിശുദ്ധരായിരിക്കുകയും, കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യും. ഞാനാണ് നിങ്ങളെ പൗത്രീകരിക്കുന്ന കർത്താവ്. തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന ഓരോ ആളും നിശ്ചയമായും വധിക്കപ്പെടണം. തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ ആയിരിക്കും. ഭർതൃമതിയുമായി വ്യഭിചരിക്കുന്നയാൾ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നയാൾ നിശ്ചയമായും വധിക്കപ്പെടണം. വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കുന്നവളും വധിക്കപ്പെടണം.
സ്വപിതാവിൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവൻ സ്വപിതാവിൻ്റെ നഗ്നതയെ തന്നെ അനാവൃതമാക്കുന്നു. അവരിരുവരും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തൻ്റെ മരുമകളോടൊത്ത് ശയിച്ചാൽ ഇരുവരും നിശ്ചയമായും വധിക്കപ്പെടണം. അവർ പ്രകൃതി വിരുദ്ധത ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ പുരുഷനോടുകൂടി സ്ത്രൈണശയനം നടത്തിയാൽ ഇരുവരും പ്രവർത്തിക്കുന്നത് മ്ലേച്ഛതയാണ്. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് വിവാഹ അവിഹിത വേഴ്ചയാകുന്നു. അവരെയും അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ ഇടയിൽ ഹീനകൃത്യം ഉണ്ടാകാൻ പാടില്ല. ഒരുവൻ മൃഗവുമായി വേഴ്ച നടത്തിയാൽ അവൻ നിശ്ചയമായും വധിക്കപ്പെടണം. മൃഗത്തെയും നിങ്ങൾ കൊല്ലണം. ഒരു സ്ത്രീ തന്നോട് വേഴ്ച നടത്താനായി ഏതെങ്കിലും ഒരു മൃഗത്തെ സമീപിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും നീ വധിക്കണം. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ തൻ്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ തൻ്റെ സഹോദരിയെ പ്രാപിക്കുക വഴി അവളുടെ നഗ്നത അവൻ കാണുകയോ അവൻ്റെ നഗ്നത അവൾ കാണുകയോ ചെയ്താൽ അത് ദുഷ്കീർത്തിയാണ്. തങ്ങളുടെ ജനവിഭാഗ സമക്ഷം അവർ വിച്ഛേദിക്കപ്പെടണം. അവൻ തൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. അവൻ അതിൻ്റെ കുറ്റം വഹിക്കണം. ആർത്തവമുള്ള സ്ത്രീയോടുകൂടി ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്യുന്ന ഒരുവൻ അവളുടെ സ്രവം അനാവൃതമാക്കുന്നു. അവൾ തൻ്റെ രക്തസ്രാവം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരിരുവരും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിന്റെ മാതൃ സഹോദരിയുടെയോ പിതൃ സഹോദരിയുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. എന്തെന്നാൽ അവൻ സ്വന്തം മാംസത്തെയാണ് നഗ്നമാക്കിയിരിക്കുന്നത്. അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം. തൻ്റെ അമ്മായിയോടൊപ്പം ശയിക്കുന്നവൻ തൻ്റെ അമ്മാവൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. തങ്ങളുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കട്ടെ. ഒരുവൻ സഹോദര ഭാര്യയെ പ്രാപിച്ചാൽ അത് നിഷിദ്ധ സംഗമമാണ്. അവൻ തൻ്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവൻ സന്താനരഹിതരാകട്ടെ. വസിക്കാനുള്ള ഇടമായി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന നാട് നിങ്ങളെ പുറന്തള്ളാതിരിക്കാൻ നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യുന്ന ജനതയുടെ സമ്പ്രദായങ്ങളിൽ നിങ്ങൾ ചരിക്കരുത്. കാരണം അവർ ഇവയെല്ലാം ചെയ്യുന്നതിനാൽ അവരോട് എനിക്ക് വെറുപ്പാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവരുടെ മണ്ണ് കൈവശമാക്കും. പാലും തേനും ഒഴുകുന്ന നാട് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഞാൻ തരും. നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതിനാൽ ശുദ്ധിയുള്ളതും മലിനവുമായ മൃഗഗണം തമ്മിലും മലിനവും ശുദ്ധിയുള്ളതുമായ പക്ഷിഗണം തമ്മിലും നിങ്ങൾ വേർതിരിക്കണം. മലിനമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങൾക്കായി വേർതിരിച്ചിട്ടുള്ള മൃഗഗണം വഴിയോ പക്ഷിഗണം വഴിയോ നിലത്തിഴയുന്ന എന്തെങ്കിലും വഴിയോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിന്ദ്യമാക്കരുത്. നിങ്ങൾ എനിക്ക് പരിശുദ്ധരായിരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാകുന്നു. എൻ്റേതായിരിക്കാൻ നിങ്ങളെ ഞാൻ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിൽ മൃതസമ്പർക്ക വിദ്യക്കാരനോ മന്ത്രവാദിയോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 57 തുടങ്ങി 120 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി. തിരുവചനങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തിരുമുഖം പ്രസാദിപ്പിക്കുന്നു. തിരുവചസ് പ്രകാരം എന്നോട് ദയ തോന്നണമേ. എൻ്റെ വഴികൾ ഞാൻ നിരൂപിക്കുന്നു. എൻ്റെ കാലുകൾ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ തിരിക്കട്ടെ. അമാന്തം വരുത്താതെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ തിടുക്കം കൂട്ടുന്നു. ദുഷ്ടരുടെ പാശങ്ങൾ എന്നെ വരിഞ്ഞു. അങ്ങയുടെ നിയമം ഞാൻ മറന്നില്ല. അങ്ങയുടെ നീതിന്യായ വിധികളെ പ്രതി അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കാൻ പാതിരാവിൽ ഞാൻ എഴുന്നേൽക്കും. അങ്ങയെ ഭയപ്പെടുന്ന എല്ലാവർക്കും ദിവ്യപ്രമാണങ്ങൾ പാലിക്കുന്നവർക്കും ഞാൻ ചങ്ങാതിയാണ്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ധേത്. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങേ ദാസൻ്റെ കാര്യത്തിൽ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് വിവേചനാഗുണവും അറിവും എന്നെ പഠിപ്പിക്കണമേ. പീഡ സഹിക്കുന്നതിന് മുമ്പ് ഞാൻ വഴിപിഴച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചസ്സ് പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും സത്കർമ്മിയുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ധിക്കാരികൾ വ്യാജം കൊണ്ട് എൻ്റെ മേൽ കരിതേക്കുന്നു.
ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യപ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ മരവിച്ചു. ഞാനോ അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമാക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കാനാകും വിധം ഞാൻ പീഡിതനായത് എനിക്ക് ഗുണകരമായി. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ അധരത്തിലെ നിയമം എനിക്ക് അഭികാമ്യമാണ്. യോദ്. അങ്ങയുടെ കൈകൾ എന്നെ സൃഷ്ടിച്ച് അവരോധിച്ചു. ദിവ്യകൽപ്പനകൾ പഠിക്കാൻ എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ. ഞാൻ അങ്ങയുടെ വചനത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയെ ഭയപ്പെടുന്നവർ എന്നെ കണ്ട് സന്തോഷിക്കും. കർത്താവെ, അങ്ങയുടെ ന്യായവിധികൾ നീതിപൂർവകമാണെന്നും വിശ്വസ്തതാപൂർവമാണ് അങ്ങനെ പീഡിപ്പിച്ചതെന്നും ഞാൻ അറിയുന്നു. അങ്ങേ ദാസനോടുള്ള തിരുവചസ്സനുസരിച്ച് എന്നെ സമാശ്വസിപ്പിക്കാൻ അങ്ങേ കാരുണ്യം ഉണ്ടായിരിക്കണമേ. ഞാൻ ജീവിക്കാൻ അങ്ങയുടെ ആർദ്രത എന്നിൽ പ്രവേശിക്കട്ടെ. അങ്ങയുടെ നിയമമാണല്ലോ എൻ്റെ പ്രമോദം. ധിക്കാരികൾ ലജ്ജിക്കട്ടെ, എന്തെന്നാൽ അവർ വഞ്ചന കൊണ്ട് എന്നെ തകിടം മറിച്ചു. ഞാനോ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യും. അങ്ങയെ ഭയപ്പെടുന്നവരും തിരുസാക്ഷ്യങ്ങൾ അറിയുന്നവരും എൻ്റെ പക്കലേക്ക് തിരിയട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങളിൽ തികവുറ്റതായിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായി എൻ്റെ ആത്മാവ് തളർന്നു. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. എപ്പോഴാണ് അങ്ങനെ സമാശ്വസിപ്പിക്കുന്നത് എന്ന് തിരക്കി. അങ്ങയുടെ വചസ്സ് തേടി എൻ്റെ കണ്ണുകൾ കഴയ്ക്കുകയായിരുന്നു. ഞാൻ പുകയത്തിരിക്കുന്ന തോൽക്കുടം പോലെയാണെങ്കിലും അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല. അങ്ങയുടെ ദാസൻ്റെ നാളുകൾ എത്രയാണ്! എന്നെ പിന്തുടർന്നിരുന്നവർക്ക് എതിരെ അങ്ങ് ന്യായവിധി നടത്തുന്നത് എന്നാണ്. അങ്ങയുടെ നിയമത്തിന് ചേരാത്ത വിധം ധിക്കാരികൾ എനിക്കായി കുഴികൾ കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വസനീയമാണ്. അവർ എന്നെ അകാരണമായി പിന്തുടരുന്നു. അങ്ങെന്നെ സഹായിക്കണമേ. ഭൂമിയിൽ അവർ എനിക്ക് ഏറെക്കുറെ അന്ത്യം വരുത്തി. എന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചില്ല. അങ്ങയുടെ അധരത്തിലെ സാക്ഷ്യം ഞാൻ പാലിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യമനുസരിച്ച് എനിക്ക് ജീവൻ പകരണമേ. ലാമദ്. എന്നേക്കുമുള്ളവനായ കർത്താവെ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത തലമുറ തോറുമുള്ളതാണ്. അങ്ങ് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. സകലതും അങ്ങയുടെ സേവകരായതിനാൽ അങ്ങയുടെ ന്യായവിധികൾക്കായി അവ ഇന്ന് നിലകൊള്ളുന്നു. അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടായ പീഡനത്തിൽ ഞാൻ ഇതിനകം നശിക്കുമായിരുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവയിലൂടെയാണല്ലോ അങ്ങനെ ജീവിപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അന്വേഷിച്ചു. എന്നെ നശിപ്പിക്കാൻ ദുഷ്ടർ എനിക്കായി കാത്തുകിടക്കുന്നു. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവനായിരിക്കട്ടെ. എല്ലാ പൂർണ്ണതയ്ക്കും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ കൽപ്പന അത്യന്തം വിശാലമാണ്. അങ്ങയുടെ നിയമം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. ദിനം മുഴുവൻ അതാണ് എൻ്റെ ചിന്താവിഷയം. അങ്ങയുടെ കൽപ്പന എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അത് എന്നേക്കും എനിക്കുള്ളതാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വിചിന്തന വിഷയമായതുകൊണ്ട് എൻ്റെ എല്ലാ അധ്യാപകരെയുംക്കാൾ ഞാൻ ബുദ്ധിയുള്ളവനായി. അങ്ങയുടെ പ്രമാണങ്ങൾ കാത്തുസൂക്ഷിച്ചതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠരേക്കാൾ ഗ്രാഹ്യമുള്ളവനായി. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ദുഷ്ടതയുടെ ഓരോ മാർഗത്തിൽ നിന്നും ഞാൻ പാദങ്ങൾ പിൻവലിച്ചു. അങ്ങയുടെ ന്യായവിധികളിൽ നിന്ന് ഞാൻ മാറിപ്പോയില്ല. അങ്ങാണല്ലോ എന്നെ പഠിപ്പിച്ചത്. ദിവ്യവചസ്സുകൾ എൻ്റെ നാവിന് എത്ര മധുരിക്കുന്നു, എൻ്റെ വായ്ക്ക് തേനിനേക്കാളും. ദിവ്യപ്രമാണങ്ങൾ മൂലം ഞാൻ ഗ്രാഹ്യമുള്ളവനായി. അതിനാൽ വ്യാജത്തിൻ്റെ ഓരോ മാർഗവും ഞാൻ വെറുത്തു. നൂൻ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിന്യായവിധികൾ പാലിക്കുന്നതിന് ഞാൻ ശബ്ദം ചെയ്തു നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ്. കർത്താവെ, തിരുവചനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. കർത്താവെ, എൻ്റെ അധരത്തിൻ്റെ സ്വാഭിഷ്ട കാഴ്ചകൾ ഇഷ്ടപ്പെടണമേ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവൻ സദാ എൻ്റെ കരതലത്തിലാണ്. എന്നിട്ടും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ദുഷ്ടർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എന്നേക്കും ഞാൻ അവകാശമാക്കി. എന്തെന്നാൽ അവ എൻ്റെ ഹൃദയത്തിൽ ആമോദമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ അന്ത്യം വരെ എന്നേക്കും നിവർത്തിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം ചായ്ച്ചിരിക്കുന്നു. സാമക്. ആദർശ ചാഞ്ചല്യമുള്ളവരെ ഞാൻ വെറുത്തു. അങ്ങയുടെ നിയമം ഞാൻ സ്നേഹിച്ചു. അങ്ങൻ്റെ മറയും പരിചയമാണ്. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. ദുർവൃത്തരെ എന്നിൽ നിന്ന് മാറിപ്പോകുവേൻ. എൻ്റെ ഹൃദയത്തിൻ്റെ കൽപ്പനകൾ ഞാൻ കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങയുടെ
വചസ്സനുസരിച്ച് എന്നെ താങ്ങണമേ. ഞാൻ ജീവിക്കട്ടെ. പ്രതീക്ഷയറ്റവനായി ലജ്ജിക്കാൻ ഇടയാക്കരുതേ. ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും എന്നെ തുണയ്ക്കണമേ. അങ്ങയുടെ ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെയെല്ലാം അങ്ങ് വിലകെട്ടവരാക്കി. അവരുടെ കൗശലം വ്യർത്ഥമാണല്ലോ. ഭൂമിയിലെ ദുഷ്ടരെയെല്ലാം തിട്ടങ്ങളായി അങ്ങ് പുറന്തള്ളി. ആകയാൽ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ഞാൻ സ്നേഹിച്ചു. അങ്ങയെക്കുറിച്ചുള്ള ഭീതിയാൽ എൻ്റെ ശരീരം വിറച്ചു. അങ്ങയുടെ ന്യായവിധികൾ മൂലം ഞാൻ ഭയപ്പെട്ടു. ഐൻ.